കാലഘട്ടത്തിന് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്ന് ഇപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് NEP-യുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, NEP-യുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിന്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായിരുന്നാലും അതിലൊക്കെ തന്നെ നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറെ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടി വരും നമുക്ക്. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം ഒരു നയം ഉണ്ടായിരുന്നല്ലോ, ലോകബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല. ഞങ്ങൾ അത് നാട്ടിലെയും രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അതല്ലാതെ എല്ലാ കാലത്തും ഒരു NEP-യിൽ പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ PM ശ്രീന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ്? തമിഴ്നാട് വിട്ടേക്ക്. അത് വാങ്ങട്ടെ തന്നെ, അത് നന്നായിരിക്കട്ടെ. അത് പറഞ്ഞല്ലോ ഓൾറെഡി. അത് RTE നോംസിന്റെ റീഇംബേഴ്സ്മെന്റ് ആണ്. പ്രൈവറ്റ് സ്കൂൾസിൽ ഈ പുവർ ചിൽഡ്രന് റിസർവേഷൻ ഉള്ള കാര്യത്തിലാണ് അവർ പൈസ വാങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ അത് ആവശ്യമില്ല. എല്ലാ സ്ഥലത്തിലും ആവശ്യമായ ഗവൺമെന്റ് സ്കൂൾ ഉള്ളത്. RTE കാര്യം കേരളത്തിൽ നടപ്പിലാക്കേണ്ട ആവശ്യം പോലും ഇല്ല. തമിഴ്നാട് റീഇംബേഴ്സ്മെന്റ് വാങ്ങിയത് RTEയുടെ റീഇംബേഴ്സ്മെന്റ് ആണ്. അതാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾ അവര് വാങ്ങിയ ഏത് രൂപത്തിലാണ് കിട്ടിയത്? പിന്നെന്താ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കേരളം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് എന്തുകൊണ്ട് സുപ്രീം കോടതി പോയില്ലെന്നുള്ളതാണ്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മന്ത്രിസഭയും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു കേസായിട്ട് പോയാൽ മതി തീരുമാനിച്ചു. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യമൊന്നുമില്ല. മന്ത്രിസഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ എതിർപ്പ് വരും? അത് പുതിയ കാര്യമല്ലല്ലോ അത്.